നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിൽ പ്രധാനം കൊച്ചിയിലെ ദിവ്യ ഉണ്ണിയുടെ ഗിന്നസ് നൃത്ത പരിപാടി. അത് ഉയർത്തിയ വിവാദങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ, നിയമ നടപടികളൊന്നും അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ ഈ മൃദംഗാവിഷ്ണു കലൂർ സ്റ്റേഡിയം അനുവദിച്ചതിൽ GCDയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായത് സംബന്ധിച്ച് ചെയർമാൻ ചന്ദ്രൻപിള്ള രംഗത്ത് വന്നു. കൃത്യമായി പരിശോധന നടത്താത്തതിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന് GCDA സെക്രട്ടറിയെ നിയോഗിച്ചു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള ആവശ്യപ്പെട്ടു. മൃദംഗാവിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. വളരെ വിശദമായൊരു എഗ്രിമെൻറ്റ് GCDA ഒപ്പുവച്ചിരുന്നത് ഞങ്ങൾ അപകടം നടന്നതിന് ശേഷമുള്ള മണിക്കൂറുകൾ തന്നെ പുറത്തുവിട്ടിരുന്നു. GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചു എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചുമതലയുള്ള ആൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എടുക്കേണ്ട നിയമപരമായ ബാധ്യതയുള്ള എല്ലാ അംഗീകാരവും വാങ്ങിക്കുന്നതിൽ വന്ന ഗുരുതരമായ വീഴ്ച തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. നൃത്തപരിപാടിക്ക് അനുമതി നൽകിയ യോഗത്തിൽ താൻ പങ്കെടുത്തില്ല എന്ന് കോർപ്പറേഷൻ മേയർ M. അനിൽകുമാർ വ്യക്തമാക്കി. സംഘാടനത്തിൽ പിഴവുണ്ടെന്ന് മേയർ ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നത് വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന GCDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറുകയും ചെയ്തു. ഗവൺമെൻറ് അന്വേഷണത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരാതെ അതിൽ പോലീസ് ഇൻവോൾവ് ആണല്ലോ. അതിനുശേഷമല്ലേ സമാന്തരമായി മറ്റൊരു ഏജൻസിക്ക് വിജിലൻസിൻ്റെ അന്വേഷണത്തിന് സാങ്കത്യമുള്ളൂ. അപ്പോൾ അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായി ഓരോ അന്വേഷണങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടല്ലോ. ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക തന്നെ ചെയ്യും. മൃദംഗാവിഷ്ണു അല്ലേ, അങ്ങനെയല്ല അവരുടെ പേര്. ആ പറഞ്ഞ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ആ യോഗത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് വാങ്ങി ആ ഗ്രൗണ്ട് കൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. സംഘാടനത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. സംഘാടനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് GCDA ചെയർമാനും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൊല്ലമായി പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ തലേ ദിവസം കൊണ്ടുവന്നിട്ടല്ല ഒരു അനുമതി കൊടുക്കുന്നത്. GCDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടായി. GCDA ചെയർമാൻ രാജിവെക്കണമെന്നാണ് ആവശ്യം. അവർ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു. കായികേതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴി വഴിവിട്ട നീക്കത്തിലൂടെയാണ് എന്നാരോപിച്ച് കൊച്ചി സ്വദേശി അഗസ്റ്റിൻ വിജിലൻസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അലയൊലികൾ അടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വീഴ്ചകൾ ഏതായാലും സംഭവിച്ചു. GCDയും നഗരസഭയും സമ്മതിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. നമുക്കിനിയും അറിയേണ്ടത് ഈ തർക്കം പരിഹരിക്കുക എന്നുള്ളത് ഏത് തലത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതായാലും വലിയ വീഴ്ച സംഭവിച്ചിരിക്കും. നവമി ഇതിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നവമി, ഏറ്റവും പുതിയ കാര്യം ഇതിലിപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലാണ്. ഒപ്പം എന്താണ്, രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട് വീഴ്ച. GCDA ചെയർമാൻ അടക്കം വീഴ്ചയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അത് മറച്ചുവെക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു തരത്തിലുള്ള ജാഗ്രതയുമില്ലാതെ, ഒരു തരത്തിലുള്ള പരിശോധനകളുമില്ലാതെ ആർക്കും ഉപയോഗിക്കാവുന്ന ഒന്നായി ഇത്തരം മുതലുകൾ മാറ്റിവെക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായല്ലേ ഈ അപകടമുണ്ടായത്? രഞ്ജിത്ത്, നേരത്തെ തന്നെ
തന്നെ GCDA ചെയർമാൻ പറഞ്ഞത് ഇതിൽ GCDAക്ക് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല, ഇതൊന്ന് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അതോടൊപ്പം ഈ മൃദംഗ വിഷൻ ഒരു അഴിമതിക്കാരാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നുകൂടി GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള മാധ്യമങ്ങളോട് ഈ യോഗത്തിന് മുൻപ് പ്രതികരിച്ചിരുന്നു. അപ്പോഴും യോഗത്തിന് മുൻപും മേയർ പറഞ്ഞത് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇതെന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണം, വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. തനിക്ക് മുൻപും ഈ സംഭവം ഉമാ തോമസിന്റെ പരിക്കുണ്ടായതിനു ശേഷവും ഒക്കെ താൻ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. തനിക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു സ്വീകരണം കിട്ടിയത്, അതായത് ഈ പരിപാടിയുടെ തലേ ദിവസമാണ് തന്നെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. ഇത് ശരിയായ നടപടിയായി തനിക്ക് അന്നും തോന്നിയില്ല എന്ന് മേയർ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ GCDAക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ GCDA ഈ യോഗം, അതായത് മൃദംഗ വിഷന് ഈ പരിപാടിക്ക് വേണ്ടി സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നതിന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതിൽ താൻ അന്ന് പങ്കെടുത്തിരുന്നില്ല, അതുകൊണ്ട് തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്നുകൂടി മേയർ ആവർത്തിക്കുന്നുണ്ട്. പൂർണ്ണമായും GCDA തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു മേയറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഈ യോഗത്തിന് ശേഷം GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് GCDAക്ക് ഇതിലൊരു വീഴ്ചയുണ്ടായി, ഈ മൃദംഗ വിഷന് ഈ ഒരു കരാർ നൽകുമ്പോൾ കരാറിൽ കൃത്യമായി ഇതിന്റെ ഒരു അശാസ്ത്രീയമായ ഈ പ്രത്യേകം ഒരു നിർമ്മിതി നടത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, ഈ പരിപാടിക്ക് മുൻപ്, അതായത് ഈ GCDA അവിടെ പരിപാടികളെല്ലാം നടത്തുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, ആ ഒരു സൈറ്റിൽ അവിടെ ഒരു പരിശോധന നടത്തണമായിരുന്നു, അത് നടത്തിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ചുമതല ഉണ്ടായിരുന്ന, ആ സ്റ്റേഡിയം പരിശോധിക്കാൻ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉഷയെ സസ്പെൻഡ് ചെയ്തതായും അറിയുന്നു. ഒപ്പം ഇത് GCDA സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇവരായിരിക്കും ഇതിലെ ഒരു വീഴ്ച ഏത് വിധത്തിലാണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത്, ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തൽക്കാലം GCDA ഇതിൽ നിന്നും കുറ്റം ഏറ്റുപറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടില്ല എന്നതിലൊക്കെ ഇപ്പോഴും ഒരു കൃത്യത വേണം. മേയർ പറയുന്നത് മേയർ അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ്. ചെയർമാൻ പറയുന്നത് മേയർ അന്ന് പങ്കെടുക്കാത്തത് കൊണ്ടായിരിക്കും ഇക്കാര്യങ്ങൾ അറിയാഞ്ഞത് എന്ന് തന്നെ പറഞ്ഞ് ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ യോഗത്തിന് ശേഷവും മാധ്യമങ്ങളെ കണ്ടതിന് ശേഷവും പറഞ്ഞത്. അതോടൊപ്പം ഇത് ചന്ദ്രൻപിള്ളയ്ക്ക് ചില സാമ്പത്തിക ലാഭമുണ്ടായി എന്നൊക്കെ ഒരു പരാതിയുമായി ഇടപ്പള്ളി സ്വദേശി കൊച്ചി സ്വദേശി ആഗസ്റ്റിൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസിന് പരാതി നൽകി. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുന്നുണ്ട്. GCDAക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായി ചെയർമാൻ എന്ന രീതിയിൽ തനിക്കോ ഇതിൽ യാതൊരുവിധ സാമ്പത്തിക ലാഭവുമില്ല. എല്ലാം കരാർ അടിസ്ഥാനത്തിൽ. സാധാരണ ഇതിനു മുൻപും ഈ ഉമാ തോമസിന്റെ പരിപാടി മാത്രമല്ല, കായികേതര പരിപാടികൾ, ഉമാ തോമസിന്റെ വീഴ്ചയ്ക്കിടയായ ആ മെഗാ ഡാൻസ് പരിപാടിക്ക് മാത്രമല്ല, കായികേതര പരിപാടികൾക്കെല്ലാം സ്റ്റേഡിയം വിട്ടു നൽകാമെന്ന് നേരത്തെ യോഗത്തിൽ തീരുമാനിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമൃതാനന്ദമയുടെ ഒരു പരിപാടി നടന്നപ്പോൾ സ്റ്റേഡിയം വിട്ടുകൊടുത്തതാണ്. മോഹൻലാലിനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി വിട്ടുകൊടുത്തതാണ്. അതിലൊക്കെ കൃത്യമായി ഇതൊക്കെ പരിശോധന നടത്തുകയും കായികേതര പരിപാടിക്കും വിട്ടുകൊടുത്ത ഒരു സ്റ്റേഡിയം തന്നെയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിന്റെ ഒരു വീഴ്ച ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്നുകൂടി ചന്ദ്രൻപിള്ള പറയുന്നുണ്ട്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം എനിക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുകൂടി GCDA ചെയർമാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് GCDAയുടെ ഭാഗത്ത് നിന്നും കൃത്യമായിട്ടുള്ളൊരു പരിശോധന അവിടെ നടത്താത്തത്? മറ്റു പരിപാടികൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ GCDAയുടെ നിലപാട് എന്നതൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 15 ദിവസത്തിനകം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ അന്വേഷണം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ക്രമക്കേടുകൾ നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതൊക്കെ ആളുകൾ ഇടപെട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ, അതായത് പോലീസുകാർ എണ്ണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 50 പോലീസുകാർ മാത്രമാണ് ഇത്രയധികം ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് അവർ പണം അടച്ചത്. അവിടെയും എന്തോ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു അന്ന് തന്നെ. ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേഡിയത്തിന് അനുമതി നൽകുമ്പോൾ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പരിശോധിച്ചിരുന്നു എന്നാണ് ഈ മൃദംഗ വിഷൻ അധികൃതർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കമ്പനി പരിശോധിച്ചിരുന്നു, അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. പ്രത്യേകിച്ചും മന്ത്രിയും പോലീസിൻ്റെ പ്രധാനപ്പെട്ട തലപ്പത്തുള്ള ആളുകളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി, MLA ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇത്ര സുരക്ഷ മതിയോ എന്ന കാര്യത്തിലൊക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പല തലത്തിലുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളാണ് GCDA ആയാലും നഗരസഭ ആയാലും പോലീസ് സംവിധാനമായാലും. അവിടെയും പാളിച്ചകൾ കൃത്യമായി പറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ചില ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കിയത് കൊണ്ട് ഇത് അങ്ങനെ അവസാനിക്കുന്നൊരു കാര്യമല്ലല്ലോ നവമി.
തീർച്ചയായും രഞ്ജിത്ത്, എത്ര അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാലും എത്ര ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെയുള്ള ഒരു പ്രഹസനമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാലും കൃത്യമായി നമുക്ക് ഉറപ്പിച്ച് പറയാം GCDയുടെ ഭാഗത്തു നിന്നും ഒരു അലംഭാവം ഉണ്ടായി. ഇതിന്റെ പരിശോധന നടത്തിയിട്ടില്ല. ഇത് ഈ പരിപാടിയിൽ ഒരു അപകടം സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടിയും ഇതിനു മുൻപ് നടത്തിയ പരിപാടിയിലൊക്കെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് വ്യക്തമല്ല. GCDയുടെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നായാലും പോലീസും എല്ലാ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായി എന്നത് ഇവിടെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ ഉമാ തോമസ് വീണ ദൃശ്യങ്ങളടക്കം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതിലൊക്കെ നമുക്ക് കൃത്യമായി അറിയാം, വളരെ കുറച്ച് സ്ഥലത്താണ് ഈ അശാസ്ത്രീയമായി സ്റ്റേജ് നിർമ്മിക്കുകയും അവിടെ ഒരു കൈവരി പോലും ഇല്ലാതെ റിബൺ മാത്രം കെട്ടിക്കൊണ്ട് ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഉമാ തോമസിന് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ട് പോലും ആ പരിപാടി പിന്നെയും അവിടെ നടന്നു എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് അങ്ങനെ നടത്തിയത് പിന്നെ ശരിയായോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. GCDA ചെയർമാൻ അടക്കം ഉണ്ടായിരുന്ന വേദിയിൽ നിന്നാണ് ഉമാ തോമസ് താഴെ വീഴുന്നത്. കമ്മീഷണർ ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം നിൽക്കുമ്പോൾ തന്നെയാണ് ഉമാ തോമസ് ആ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നത്. എന്നിട്ടും ആ പരിപാടി പിന്നെയും തുടർന്നു. മന്ത്രി പരിപാടിയെല്ലാം അവസാനിച്ച് ഈ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് പോവുകയും ചെയ്തത്. എന്തായാലും ഇവിടെ ഒരു അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണമാണ് നടത്തിയതെന്നും മൃദംഗാവിഷന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായി. അതിൽ GCDAക്ക് പങ്കുണ്ട്. GCDA കൃത്യമായ ഒരു പരിശോധന നടത്തിയില്ല. ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവം ഉണ്ടായി എന്ന് പകൽ പോലെ സത്യമായി മാറിയിരിക്കുകയാണ്. അതാണ് സാഹചര്യം. ഏതായാലും വലിയ അലംഭാവം അവിടെ ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കേവലം ഒരു റിബൺ മാത്രം കെട്ടി ഇത്ര വലിയ VIP-കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയെ ഇവർ സമീപിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്ര വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് പോയതും മറ്റും. ഒപ്പം നമുക്ക് ഈ പോലീസിൻ്റെ അന്വേഷണവും തുടരുന്നുണ്ടല്ലോ നവമി. ഇക്കാര്യത്തിൽ ഇന്നലെ മൃദംഗാവിഷൻ CEO അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തു വന്നു. നേരത്തെ മറ്റൊരു 2 പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൃദംഗാവിഷൻ പോലെ മറ്റൊരു ഏജൻസി കൂടി ഇതിൻ്റെ ഭാഗമാണ്. അയാൾ ഇതുവരെ ഹാജരായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അയാളും ഈ കേസിൽ പ്രതിയായി ചേർത്തിട്ടുണ്ടല്ലോ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അത് എന്തൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്? സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവർ നൽകിയ കണക്കുകളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയുന്നു. GST ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി നൽകിയ പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ മൃദംഗാവിഷന്റെ ഉടമയും അതോടൊപ്പം തന്നെ ഈ ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമ ജിനീഷിനെയുമായിരുന്നു അന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൃദംഗാവിഷൻ ഉടമ കീഴടങ്ങിയിരുന്നു. പക്ഷേ മറ്റേ ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. പിന്നീട് അടുത്ത ദിവസത്തേക്കൊക്കെ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും ഹാജരായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇതിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കളടക്കം, അന്ന് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളടക്കം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് പോലീസിന്റെ ഒരു നടപടി അത് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഇപ്പോഴും പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. കുറച്ചുകൂടി പരാതി ലഭിച്ച് കുറച്ചുകൂടി രേഖകൾ ശേഖരിച്ച് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ ദിവ്യ ഉണ്ണിയുടെ ചോദ്യം ചെയ്യലൊക്കെ നീളുന്നുണ്ട്. ദിവ്യ ഉണ്ണി തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ദിവ്യ ഉണ്ണിയാണ് ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായി നിയോഗിച്ചത്. ഇതിലൊക്കെ ദിവ്യ ഉണ്ണിക്ക് എത്രമാത്രം പൈസ ലഭിച്ചു, ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ലഭിച്ചുവോ, അതോടൊപ്പം ഇതിന്റെ ഒരു രക്ഷകർത്താവായി നിന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. ഇയാളെ അടക്കം ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ അതിപ്പോഴും നീളുകയാണ്. എന്താണ് അന്വേഷണ സംഘം ഇതിലൊക്കെ കാലതാമസം വരുത്തുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കൂടുതൽ പരാതികൾ ലഭിക്കണമെന്ന് കൂടിയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ മാതാവ് മാത്രമാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്തത്. ഇവർ മുൻകൂർ ജാമ്യം കിട്ടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനോട് അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും. ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ
എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം കല്യാൺ സിൽക്സ് അടക്കം ഇതിനൊരു വിശദീകരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. അവർ വളരെ തുച്ഛമായിട്ടുള്ള തുകയ്ക്കാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രം നൽകിയത്. പക്ഷേ ഈ മൃദംഗ വിഷൻ ആയിക്കോട്ടെ ഒരു വസ്ത്രത്തിന് 1600 രൂപ വിലയിട്ടാണ് കുട്ടികൾക്ക് നൽകിയത്. ഇതിൽ നിന്ന് തന്നെ വലിയ ലാഭം ഇവർക്കുണ്ടായെന്ന് വ്യക്തമാണ്. ഒപ്പം ഇവരുടെ ഒരു ഈ സ്റ്റേഡിയത്തിലുണ്ടായ അശാസ്ത്രീയമായ നിർമ്മാണം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണമാണ് നടക്കുന്നത്. എങ്കിൽ പോലും ഇവരെ ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഉള്ളൊരു അന്വേഷണം അതിപ്പോഴും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നവമിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം, ആശ്വാസകരമായ കാര്യം, ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ്. ആരോഗ്യനില പൂർണ്ണമായും സാധാരണ നിലയായിട്ടില്ല. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ശ്വാസകോശത്തിൻ്റെ ആരോഗ്യ സ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ്. കൗണ്ടുകളും വൈറ്റൽസും സ്റ്റേബിളായി തുടരുന്നതിനാലാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. അപകടനില പക്ഷേ പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്നും റണൈ മെഡിസിറ്റിയുടെ വാർത്താക്കുറിപ്പ് അവർ നൽകിയിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. മറ്റു വാർത്തയിലേക്ക്. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ സന്ദർശനം നടത്തി. തർക്കസ്ഥലത്തെ ഇരകളുമായി സംസാരിച്ചു. സബ് കളക്ടർ മീര, പള്ളിപ്പുറം കുഴുപ്പള്ളി വില്ലേജ് ഓഫീസർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങിയവരും സംഘത്തിലുണ്ട്. മുനമ്പം പ്രശ്നത്തിൽ വഖഫ് ബോർഡിന്റെ ഭാഗം കേട്ട ശേഷം ഹിയറിംഗ് തുടങ്ങുമെന്ന് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അറിയിച്ചു. ജനുവരി 10-ന് ശേഷം കളക്ടറേറ്റിലാകും ഹിയറിംഗ്. റിപ്പോർട്ട് സർക്കാരിന് അടുത്ത മാസം നൽകുമെന്നും ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ വ്യക്തമാക്കി. ഹിയറിങ്ങിനായിട്ട് കളക്ടറേറ്റ് വയ്ക്കും. ഇവരുടെ അസോസിയേഷനുണ്ട്, അതുപോലെ എല്ലാ സംഘടനകളെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേൾക്കും. അവിടെ വരുന്നവരെ എല്ലാം കേൾക്കും. റിപ്പോർട്ട് ഫെബ്രുവരി അവസാനം കൊടുക്കുന്ന ഗവൺമെൻറ് പറഞ്ഞേക്കണേ, അത് കൊടുക്കാൻ ഒക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഖഫ് ഫറൂഖ് കോളേജിനെയും പിന്നെ ഈ ഇവിടുത്തെ താമസക്കാരെ എല്ലാം കേൾക്കും. ഇനി പ്രധാനമായിട്ട് തരാനുള്ളത് വഖഫ് ബോർഡാണ്. പോക്കുവരവ് ആധാരമുള്ളവരുടെ വസ്തുവെല്ലാം പോക്കുവരവ് നടത്തും. പക്ഷേ അത് കോടതി കേസ് നടക്കുന്നതുകൊണ്ട് തൽക്കാലം എല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ടാണ് കരം മേടിക്കാത്തതും പോക്കുവരവ് നടത്താത്തതും. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഈ സമരം തുടങ്ങിയതിനു ശേഷം സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അവരുടെ ആദ്യ സന്ദർശനമാണ് ഈ പ്രദേശത്ത്. എന്തൊക്കെയാണ് അവർ കണ്ടു മനസ്സിലാക്കിയത്? ഈ പ്രദേശവാസികളെയൊക്കെ കണ്ടോ? എന്തെങ്കിലും ആശ്വാസകരമായൊരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിൽ ചില വിലയിരുത്തലുകൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടോ? രഞ്ജിത്ത്, മുനമ്പത്ത് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് അവിടുത്തെ പ്രശ്നബാധിതമായിട്ടുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അതുമായി കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുമായി സംവദിക്കുകയുമായിരുന്നു. അവരുമായി സംവദിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരായ ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടത്. അതായത് വഖഫ് ഭൂമിയുടെ വഖഫിന്റെ ഈ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും വഖഫ് ബോർഡിനും വഖഫ് സംരക്ഷണ സമിതിക്കും അതുപോലെ ഫറൂഖ് കോളേജിനും മുനമ്പത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പ്രതിനിധികൾക്കും ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസ് പ്രകാരം ജനുവരി 10-ന് ഇതുമായി ബന്ധപ്പെട്ട സിറ്റിംഗ് ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ അധികൃതർ, അതായത് സബ് കളക്ടർ K മീര, അതുപോലെ 2 വില്ലേജ് ഓഫീസർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. അതായത് കടൽ എടുത്ത ശേഷം ഉണ്ടായിരിക്കുന്ന ബാക്കി ഭൂമി എത്രയാണ്, ഇതിൽ വെള്ളക്കെട്ട് എത്രയാണ്, ഇത്തരം കാര്യങ്ങൾ കൂടി കമ്മീഷൻ പരിശോധിച്ചു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റി വളരെ വിശദമായി തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ സന്ദർശനം നടത്തിയ ശേഷം വേളാങ്കണ്ണി പള്ളിയിൽ, അതായത് ഈ നിരാഹാരം ഇരിക്കുന്ന പള്ളിയുടെ സമീപത്തെത്തിയാണ്, അവിടെ വെച്ചിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ കൂടുതൽ ആളുകളുമായി സംവദിച്ചത്. അവിടെ വെച്ച് ആളുകളെ കേൾക്കുകയും അദ്ദേഹം ക്ഷമാപൂർവ്വം എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് കമ്മീഷൻ മുനമ്പത്ത് നിന്നും പോയിട്ടുള്ളത്. എന്തായാലും മുനമ്പത്തുകാർ ഈ ഒരു ദിവസത്തിന് വേണ്ടി, അതായത് അവരുടെ പ്രതീക്ഷ അങ്ങേയറ്റം അർപ്പിക്കുന്ന ഒരു തരത്തിലാണ് അവരുടെ ഭാഗത്ത്
ഭാഗത്തു നിന്നും ഈ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതും പറയാനുള്ളതൊക്കെ അവർ പറയുകയും കേൾക്കാനുള്ളതൊക്കെ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കേൾക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വഖഫ് ഭൂമി അവകാശവാദം ഉന്നയിച്ച വിവിധയിടങ്ങളിൽ കമ്മീഷൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ വഖഫിന്റെ മറുപടിക്കായി അതായത് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനെ കാത്തിരുന്ന ശേഷം വഖഫ് ബോർഡിന്റെ മറുപടി കിട്ടിയ ശേഷം കൂടി ഈ മുനമ്പത്തെ സിറ്റിംഗ് ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എറണാകുളം കളക്ട്രേറ്റിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. ജനുവരി 10 അത് ഫെബ്രുവരിയോട് കൂടി ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമാക്കി റിപ്പോർട്ട് നൽകാനും ശുപാർശകൾ നൽകാനും കഴിയുമെന്നാണ് കമ്മീഷൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ കമ്മീഷന്റെ ചില വിലയിരുത്തലുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ശരിക്കും ഇവർക്ക് വേണ്ട ശാശ്വതമായ പരിഹാരമാണ് റവന്യൂ ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു കിട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊക്കെ കമ്മീഷന്റെ സന്ദർശനത്തിന്റെ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു ചെന്നു എന്നുള്ളതാണ്. ഇവരുടെ എല്ലാവരുടെയും ആവലാതികൾ കേൾക്കാൻ കമ്മീഷൻ തയ്യാറായോ? ഇവരുടെ പ്രതിനിധികളാണോ കണ്ടത്? അങ്ങനെ എന്തൊക്കെയാണോ അവിടെ സംഭവിച്ചത്? ഈ കുടുംബങ്ങളൊക്കെ ഇപ്പോഴും സമരമുഖത്താണല്ലോ. ആ പ്രദേശത്തും കമ്മീഷൻ എത്തിയോ? തീർച്ചയായിട്ടും പ്രദേശത്തെ എല്ലാ ഇടങ്ങളിലും അതായത് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളാണെങ്കിൽ കൂടിയും അവിടെ ഏറ്റവും അതായത് ആവലാതികൾ പറഞ്ഞ ആളുകളൊക്കെ ഈ പ്രതിനിധികളായിരുന്നില്ല, സമരപന്തലിൽ അല്ലെങ്കിൽ നിരാഹാരം ഇരുന്നവരായിരുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ആളുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മീഷന് വളരെ അധികം സമയം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി കമ്മീഷൻ ചെലവഴിച്ചിട്ടുണ്ട്. ആദ്യം പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷം മുനമ്പത്തെ അതായത് ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയപ്പോൾ വെള്ളക്കെട്ട് എത്രയാണ്, അതല്ലെങ്കിൽ ഇവിടെ മത്സ്യകൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം, കടലെടുത്തു പോയ ഭൂമി എത്രയാണ്, അതല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് കടലെടുത്ത് പോയിട്ടുള്ളത്, ഇപ്പോൾ നിലവിൽ ഈ ഇതിന്റെ ഉടമസ്ഥാവകാശമുള്ളത്, ഉടമസ്ഥാവകാശത്തിൽ രേഖകൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ സബ് കളക്ഷനുമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് തന്നെ പുരയിടം എന്ന് രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ അക്കാര്യത്തിൽ തന്നെ ഒരു അനാലിസിസ് വേണമെന്ന് സബ് കളക്ടറോട് പറയുകയുണ്ടായി. കാരണം വെള്ളക്കെട്ടും തന്നെ പുരയിടമായി രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകളും അതിനകത്തുണ്ടെന്ന് സബ് കളക്ടർ ആ സമയത്ത് സംസാരിക്കുകയുണ്ടായി. അതിലകത്തും കൃത്യമായിട്ട് അത് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം മാറും എന്ന് സബ് കളക്ടർ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നബാധിത പ്രദേശമാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് ഒരു കൃത്യത വേണം. അതുകൊണ്ട് അതിലൊരു അനാലിസിസ് വേണം, അതിലൊരു റിപ്പോർട്ട് വേണമെന്ന് സബ് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ആണ് ഈ പ്രതിനിധികളുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മുനമ്പത്തെ സമരപന്തലിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതായത് നിരവധി ആളുകളാണ് അദ്ദേഹത്തോട് വിവാഹകാര്യമാണെങ്കിലും അതല്ലെങ്കിൽ രോഗവിവരങ്ങളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് അതായത് റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടേണ്ടുന്ന സാഹചര്യം നിരത്തി അവരുടെ അവസ്ഥ നിരത്തിക്കൊണ്ട് തന്നെ അങ്ങേയറ്റം അവരുടെ ബുദ്ധിമുട്ടുകൾ അങ്ങേയറ്റം സഹതാപത്തോടെ അല്ലെങ്കിൽ ആ തരത്തിൽ അവര് അവതരിപ്പിക്കുകയും മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യത്തെ സന്ദർശനത്തെ അങ്ങേയറ്റം പ്രതീക്ഷയോടെയാണ് മുനമ്പൻ ജനത കാണുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കമ്മീഷന്റെ ഈ സന്ദർശനത്തിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ജനുവരി 10 കൂടി അതിന് ഈ സിറ്റിംഗ് ഹിയറിംഗ് തുടങ്ങാനാണ് തീരുമാനം എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വഖഫ് ബോർഡ് ഇക്കാര്യത്തിൽ മറുപടി നൽകാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഖഫ് ബോർഡിനും വഖഫ് സംരക്ഷണ സമിതിക്കും അതുപോലെ മുനമ്പത്തെ പ്രതിനിധികൾക്കും ഫറൂഖ് കോളേജിന്റെ അധികൃതർക്കും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ജുഡീഷ്യൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ വഖഫ് ബോർഡ് ഇതുവരെ മറുപടി നൽകിയില്ല. മറുപടിക്ക് ശേഷം ജനുവരി 10 കൂടിയിട്ട് ഈ ഹിയറിംഗ് ആരംഭിക്കാൻ കഴിയും. അത് മാത്രം അതിനുശേഷം ഫെബ്രുവരിയോട് കൂടി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രതീക്ഷ. ഈ കാര്യത്തിൽ അതായത് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകുന്ന കാര്യത്തിൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. വഖഫ് ബോർഡിനെ പറ്റിയുള്ള അവരുടെ കൺസേണിനെ പറ്റി അത് അവരുടെ കൺസേൺ അവരെ അഡ്രസ് ചെയ്താൽ മതി, എന്റെ കൺസേൺ അതല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം അങ്ങനെ പറയുകയുണ്ടായി. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യ സന്ദർശനം ഈ തർക്ക മേഖലയിൽ കമ്മീഷന്റെ ആദ്യ സന്ദർശനം ഉണ്ടായി എന്നത് പ്രധാനമാണ്. ഒരു മാസത്തിനുള്ളിൽ സർക്കാർ റിപ്പോർട്ട് നൽകുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിൽ വീണ്ടും ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. കണ്ണൂർ കണ്ണപുരം ചൂണ്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ 9 BJP RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 7 വിധിക്കും. വിധി കേട്ട് റിജിത്തിന്റെ അമ്മ ജാനകി
പൊട്ടിക്കരഞ്ഞു. വിധിയിൽ സന്തോഷമുണ്ടെന്നും കുടുംബത്തിന്റെ നഷ്ടം ഒരിക്കലും നികത്താനാവില്ലെന്നും ജാനകിയും മറ്റു ബന്ധുക്കളും പറഞ്ഞു. ഒക്ടോബർ 3 കൊലപാതകം നടന്നത്. സുഹൃത്തുക്കളോടൊപ്പം നടന്നു വരവേ ചൂണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് മാരകായുധങ്ങളുമായി റിജിത്തിനെ ആക്രമിക്കുകയായിരുന്നു. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇന്നലെയാണ് നമുക്കറിയാം പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി ഉണ്ടായത്. അതിൽ തക്കതായ ശിക്ഷകൾ പ്രതികൾക്ക് നൽകുകയും ചെയ്തു. ഇവിടെയും സമാനമായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്, അതിക്രൂരമായ കൊലപാതകമാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ബൈജു? തീർച്ചയായും രഞ്ജിത്തെ, 20 വർഷത്തോളം എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു വിധി വരുന്നത്. ആ അമ്മ പൊട്ടിക്കരയുന്ന വീണ്ടും ഒരു അമ്മയുടെ കരച്ചൽ നമ്മൾ കാണുന്നു. ഇന്നലെയാണ് പെരിയയിൽ ഇത്തരത്തിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ കണ്ണീർ നമ്മൾ പൊട്ടിക്കരയുന്ന ഏറെ വൈകാരികമായ രംഗം കണ്ടത്. സമാനമായ രീതിയിലായിരുന്നു ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലും ഈ വിധി കേട്ടപ്പോൾ അമ്മ ജാനകിയും സഹോദരി ശ്രീജിയും ഒക്കെ പൊട്ടിക്കരയുന്ന രംഗം. 25 വയസ്സിൽ ഒരു മകൻ നഷ്ടപ്പെടുന്നു, അതും വെട്ടിക്കൊലപ്പെടുത്തുന്നു. രാഷ്ട്രീയ പക പോക്കൽ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ ഒരു അവസ്ഥ കാണേണ്ടി വരുന്ന ഒരു അമ്മ, അതിനുശേഷം ഇത്ര 20 വർഷമെടുത്ത് അതിൽ അവർക്ക് കുടുംബത്തിന് നീതി ലഭിക്കുമ്പോഴും ആ മകൻ നഷ്ടപ്പെട്ട വേദന ആ അമ്മ അത് പങ്കുവെക്കുന്നു. എന്തായാലും ഈ കേസിൽ 9 പേർ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 7-ാം തീയതിയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ വിധി. RSS പ്രവർത്തകരായ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, KT അജേഷ്. ഈ KT അജേഷ് 2 വർഷം മുൻപ് ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കരൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. അതായത് ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് മാരകായുധങ്ങളുമായി എത്തിയ ഈ സംഘം അതിക്രൂരമായി ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ 3 DYFI പ്രവർത്തകർ കൂടി വെട്ടേറ്റിട്ടുണ്ട്. ഇതിൽ വിമൽ എന്ന് പറയുന്ന ഈ റിജിത്തിന്റെ സുഹൃത്തിനെയാണ് ഈ സംഘം ആദ്യം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അത് തടയാൻ ചെന്നപ്പോഴാണ് അതിക്രൂരമായ രീതിയിൽ റിജിത്തിനെതിരെ മാരകായുധങ്ങളുമായി, അതായത് വാള്, വടിയും ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ അക്രമം നടക്കുകയും സംഭവ സ്ഥലത്ത് തന്നെ റിജിത്ത് മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അന്ന് ഓർക്കണം, 25 വയസ്സായിരുന്നു ഈ റിജിത്തിന് എന്നത്. ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, പെരിയ ഇരട്ട കൊലപാതക കേസിലും 24, 25 വയസ്സുള്ള അത്രത്തോളം വലിയ പ്രതീക്ഷ, കുടുംബത്തിന് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2 പേരെയാണ് ഇല്ലാതാക്കിയതെങ്കിൽ ഇതിപ്പോൾ DYFI പ്രവർത്തകനായ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ടവനായ റിജിത്ത്, അവിടെ നിന്നും ഈ നാട്ടുകാർക്കൊക്കെ വലിയ ഉപകാരം ചെയ്യുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരാളെ കൊലപ്പെടുത്തുന്നു. ഇതിൽ പ്രധാനമായും ഈ ക്ഷേത്രത്തിലെ ശാഖ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക്, നീചമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏതായാലും 20 വർഷം കഴിഞ്ഞാലും ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിൽ പരമാവധി ശിക്ഷ ഇവർക്ക് ലഭിക്കണമേ എന്നാണ് ഈ കുടുംബത്തിന്റെ ആഗ്രഹം. അമ്മ ജാനകിയും സഹോദരി ശ്രീജയും കോടതിയിൽ ഇത്തരത്തിൽ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു. അച്ഛൻ ശങ്കരൻ ഈ മകനെ കൊല ചെയ്യപ്പെട്ടവരുടെ ഈ വിധി കാത്തു നിൽക്കാതെ 2 വർഷം മുൻപ് മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും അമ്മയുടെ ആ പൊട്ടിക്കരച്ചിലും അവരുടെ ആ വിതുമ്പുന്ന വാക്കുകളും ഒക്കെ കോടതിയിൽ നിന്ന് അതിവൈകാരികമായ രംഗങ്ങൾക്ക് തന്നെയാണ് സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയായ 2-ാം ദിവസമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള അമ്മമാരുടെ കരച്ചിൽ കേൾക്കുന്നത്. അതും രാഷ്ട്രീയത്തിന്റെ പേരിൽ. ഏത് രാഷ്ട്രീയമായാലും കൊടിയുടെ നിറം നോക്കാതെ വളരെ വേഗത്തിൽ നീതി നടപ്പാക്കണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, പെരിയ ഇരട്ട കൊലപാതക കേസിൽ 6 വർഷത്തിന് അകം ശിക്ഷാവിധി ഉണ്ടായെങ്കിൽ ഇത് 20 വർഷത്തോളം എടുത്ത് ആണ് ഇപ്പോൾ വിധി വരുന്നത്. എന്തായാലും ഇവർക്ക്, ഈ കൊലപാതകം നടത്തിയവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ജനുവരി 7-നാണ് ആ വിധി. 9 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അതായത് ഈ കേസിലെ മുഴുവൻ പേർക്കും, ഈ RSS BJP പ്രവർത്തകരായ മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ആശ്വാസം പകരുന്നത്. അപ്പോഴും ഇവർക്ക് വലിയ ശിക്ഷ കൊടുക്കണം. കാരണം തൻ്റെ മകനെ ഇത്തരത്തിൽ ചേതനേറ്റ ശരീരം, വെട്ടി നുറുക്കപ്പെട്ട ഒരു ശരീരം കാണേണ്ടി വന്ന ഒരു അമ്മ, ആ അമ്മയുടെ വിലാപമാണ് നമ്മൾ ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ മുഴങ്ങി കേട്ടത്. അവർക്ക് വിതുമ്പിക്കൊണ്ടാണ്, അവർക്ക് വാക്കുകളില്ല പറയാൻ. അത്രത്തോളം ഒരു മകൻ, അവരുടെ തുണയായി മാറേണ്ട മകൻ, നാട്ടിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ടവനായ ഒരു മനുഷ്യൻ, അയാൾ പല കാര്യങ്ങൾക്കും നാട്ടുകാർക്ക് സഹായിയായി അത്രത്തോളം പ്രിയപ്പെട്ടവനായ ഒരാൾ
ഒരാളാണ് ഇല്ലാതായത്. അതും തന്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞ പോലെ വിമൽ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിക്കുമ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ രജിത്ത് മരണം സംഭവിക്കുന്നത്. നിരവധി വെട്ട് ഏറ്റിട്ടുണ്ട് രജിത്തിന്. 29 ഇത്തരത്തിലുള്ള സാക്ഷികൾ ഈ കേസിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം 50ഓളം രേഖകൾ, 59ഓളം തൊണ്ടിമുതലുകൾ ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നിട്ടും ഈ കേസ് 20 വർഷമെടുത്തു ഇതിൽ കുറ്റക്കാരെതിരെ ഒരു വിധി വരാൻ എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. പരമാവധി വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന. അതാണ് നമ്മൾ കല്ലോട്ടും ഇന്നലെ കണ്ടത്. ഇനി ഈ തൻ്റെ മകനി ഉണ്ടായത് മറ്റൊരാൾക്ക് ഇനി ഉണ്ടാകരുത്, അതിൻ്റെ ഒരു മെസ്സേജ് ആയിരിക്കണം ഈ വിധി എന്നായിരുന്നു ഇന്നലെ പറഞ്ഞത്. അതാണ് അവർ വീണ്ടും വീണ്ടും വധശിക്ഷ ഇത്തരം പ്രതികൾക്ക് വേണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ കേസിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ഹാജരാക്കാൻ പറ്റി, സാക്ഷികൾ കൃത്യമായി ഉണ്ടായി. അത് തന്നെയാണ് ഈ കേസിന്റെ പ്രോസിക്യൂഷന്റെ വിജയവും. 9 പ്രതികൾ, അതായത് ഈ കേസിലെ മുഴുവൻ പ്രതികളും ഇത്രത്തോളം ഒരു ക്ഷേത്രത്തിനടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു കൊലപാതകം നടക്കുന്നതെന്നാണ്. അതും ഒരു ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതും 3 പേർക്ക്, നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 3 പേർക്ക് വെട്ടേൽക്കുന്ന ആ ഒരു സാഹചര്യം കൂടി ഈ കേസിൽ ഉണ്ടായിരുന്നു. എന്തായാലും റിജിത്തിന്റെ ആ ഒരു കൊലപാതകം നടന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് ആ വിധി കേൾക്കാനായി അമ്മയും സഹോദരിയും കോടതി മുറ്റത്ത് എത്തിയെന്നതാണ്. അവർ ഇന്ന് ഒരു വിധി പ്രതീക്ഷിച്ചെങ്കിലും 7-ാം തീയതി ജനുവരി 7-നാണ് ഈ കോടതി ഇത് സംബന്ധിച്ച വിധി പറയുക. എന്തായാലും അത് പരമാവധി ശിക്ഷ ഇവർക്ക് നൽകും എന്ന് തന്നെയാണ് ആ അമ്മ പറഞ്ഞത്. തൻ്റെ മകൻ നഷ്ടപ്പെട്ടു, അതിന് പകരം വെക്കാൻ ഇനി സാധിക്കില്ല, പക്ഷേ ഈ കൊലയാളികൾക്ക് അത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് ആ കുടുംബവും പറഞ്ഞത്. എന്തായാലും 7-ന് നമുക്ക് അത് കാത്തിരിക്കാം. വീണ്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് കൂടി വിധി വരുന്നു എന്നതാണ്. ഒരു ആഴ്ചക്കിടെ തന്നെ 2 രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ വിധി വരുന്നു. ഇനി ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ വാക്കുതർക്കത്തിന്റെ മുകളിൽ കൊലപാതകം നടത്തുന്നവർക്ക് ഇതൊരു കൃത്യമായ കല്ലോട്ട അമ്മയും ഇന്ന് ഇപ്പോൾ ഈ റിജിത്തിന്റെ അമ്മയും ഒക്കെ പറഞ്ഞതുപോലെ ഇനി ഒരു മകനും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാതിരിക്കട്ടെ, അതിനുള്ള ഒരു മെസ്സേജ് തന്നെയായിരിക്കണം ഈ കോടതി വരുന്ന വിധി. അത്രത്തോളം ശക്തമായ വിധിയായിരിക്കണം. നേരിട്ട് കൊലപാതകത്തിൽ ഈ 9 പേരും പങ്കെടുത്തു എന്നതാണ് ഈ കോടതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ജഡ്ജിമാർ മാറി മാറി വരുന്നതാണ് ഇത്തരം കേസുകളിൽ ഇത്തരം വൈകാൻ കാരണമായും മാറുന്നതും. അത് റിയാസ് മൗലവി കേസിലും നിരവധി കേസുകളിലും നമ്മൾ കഴിഞ്ഞ നാളുകളിലെല്ലാം കണ്ടിരുന്നു. അത് 10-15 വർഷമൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ പ്രതികൾക്ക് അപ്പീൽ പോകാനും പിന്നെയും അത് കേസ് നടപടികൾ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഒക്കെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരം കേസുകളിൽ ഇത്തരം പ്രതികൾക്കെതിരെ ശക്തമായ നിയമ സംവിധാനം, നിയമമായ കോടതി ശക്തമായ വിധി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ അമ്മമാരുടെ ഒക്കെ ആ കണ്ണീരിൽ കുതിർന്ന ആ വാക്കുകൾ. അത്രത്തോളം വൈകാരിക രംഗമായിരുന്നു ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലും ഉണ്ടായത്. രഞ്ജിത്ത്, ഈ വിധി കേൾക്കാൻ ഈ ബന്ധുക്കളെല്ലാം എത്തിയിരുന്നോ? നമുക്ക് വൈകാരികമായ രംഗങ്ങൾ നേരത്തെ ബൈജു പറഞ്ഞതുപോലെ കോടതിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെയും നമ്മൾ സമാനമായി തന്നെ കുടുംബാംഗങ്ങളുടെ പ്രയാസമൊക്കെ കണ്ടതാണ്. ഒപ്പം പ്രതികളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇനിയും 7-ാം തീയതിത്തേക്ക് ഇവരെ ശിക്ഷ വിധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട വിധിന്യായം തന്നെ ആയിരിക്കും അത്. തീർച്ചയായും രഞ്ജിത്തെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ട്. അത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ട്. ഒപ്പം തൊണ്ടി മുതൽ പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, അത് ഈ കോടതി മുറ്റത്ത് ഇന്ന് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വൈകാരികമായ രംഗമാണ്. വീണ്ടും അമ്മമാരുടെ കരച്ചിലുകൾ കോടതികളിലായാലും ഇത്തരം സന്ദർഭങ്ങളിൽ മുഴങ്ങുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും വേദനാജനകം. ഇന്നലെ ഉണ്ടായ ആ കരച്ചിൽ ഒരു മലയാളിയുടെ മനസ്സിൽ നിന്നും ഒരുപക്ഷെ മാഞ്ഞു പോയിട്ടില്ല. അത്രത്തോളം പൊട്ടിക്കരയുന്ന, നെഞ്ചു പൊട്ടിക്കരയുന്ന അമ്മമാരുടെ വിലാപങ്ങളാണ് ഓരോ കേസുകളിലും ഉണ്ടാകുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അമ്മ ജാനകി 25 വയസ്സുണ്ടാകുമ്പോഴാണ് തൻ്റെ മകനെ നഷ്ടപ്പെടുന്നത്. അതും പല വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുറിപ്പാടുകൾ തന്നെയാണ് അത്. മകൻ നഷ്ടപ്പെട്ടു, പക്ഷേ ഈ പ്രതികൾ ഇത്രയും നീണ്ടു, 20 വർഷമെടുത്തു. പ്രതികൾക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കോടതി ആ 9 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഈ സഹോദരി ഉണ്ടായിരുന്നു, ശ്രീജയും ഈ കോടതിയിൽ ഈ വിധി കേൾക്കാനെത്തിയിരുന്നു. ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാവുമെന്നാണ് കരുതിയെങ്കിലും ഈ പ്രതികളുടെ ഏതെങ്കിലും അവർക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചു കോടതി. അതിനുശേഷം 7-ാം തീയതിയിലേക്ക് വിധി പറയുന്നതിനായി മാറ്റി. എന്തായാലും 7-ാം തീയതി ഇത് സംബന്ധിച്ച വിധി രാവിലെ 11-ഓടുകൂടി തന്നെ ഉണ്ടാവും. വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് കൂടി കോടതിയിൽ നിന്നും വിധി വരുന്നു. അത്
ശക്തമായ ഒരു സന്ദേശമായിരിക്കണം ഇനി ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിലോ മറ്റോ കൊലക്കത്തി എടുക്കുന്നവർക്കും ഇത്തരത്തിൽ അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുത്തുന്നവർക്കുമുള്ള കൃത്യമായ സന്ദേശമായിരിക്കണം. അത് തന്നെയാണ് ഇന്ന് അമ്മ ജാനകിയും ഇന്നലെ ബാലാമണിയും ലതയും ഒക്കെ അവർ പറഞ്ഞതും. അവരുടെ മുറിപ്പാടുകൾ ഇന്നും അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. തങ്ങളുടെ അത്താണിയാകേണ്ട മക്കളെയാണ് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അമ്മയും നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഈ 4 പേരും 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഒപ്പം റിജിത്തിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇവരെല്ലാം നാട്ടിൽ പ്രിയപ്പെട്ടവരാണ്. അവിടെ വലിയ തോതിൽ നാട്ടുകാർക്ക് സഹായം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാട്ടുകാരും നിരവധി ആളുകൾ വിധി കേൾക്കാനായി ഇത്തരത്തിൽ കോടതിയിലെത്തിയിരുന്നു. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിധി അത് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. ഇവർക്ക് തക്കതായ ശിക്ഷ 9 പേർക്കും ഒരേപോലെ, അത് കാരണം ഈ കൊലപാതകത്തിൽ 9 പേരും ഒരേപോലെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നതും. അതുകൊണ്ടാണ് മുഴുവൻ പ്രതികൾക്കും 9 പേർക്കും കോടതി കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. അതിൽ തക്കതായ ഒരു ശിക്ഷ ഇവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കുടുംബവും ഒപ്പം നാട്ടുകാരും ആഗ്രഹിക്കുന്നതും. അവർ അതിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 7-ാം തീയതി ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ആ ആശ്വാസ വിധി അതെന്തായിരിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. രഞ്ജിത്ത്. ശരി, KV ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത കൊട്ടാരക്കരയിൽ നിന്നാണ്. കൊട്ടാരക്കരയിൽ മദ്രസയിൽ പട്ടാപ്പകൽ മോഷണമുണ്ടായി. അധ്യാപകരുടെ 6000-ഓളം രൂപയാണ് കവർന്നത്. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് ഹയാത്തുൽ ഇമ്രാൻ അറബിക് കോളേജ് മദ്രസയിലാണ് കവർച്ച നടന്നത്. മോഷ്ടാവിൻ്റെ സംശയിക്കുന്ന ഒരാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ജുമാ നമസ്കാരം നടന്ന സമയത്താകാം മോഷണമുണ്ടായതെന്ന് അധ്യാപകർ പറയുന്നു. അധ്യാപകരുടെ വാക്കുകളിലേക്ക്. ജുമാ നമസ്കാരത്തിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് പള്ളിയിലേക്ക് പോകുമായിരുന്നു. പോയി ഒരു ഇന്നലെ താമസിച്ച് ഏകദേശം ഒരു 12:55 ആയപ്പോഴാണ് ഞാൻ പള്ളിയിലെത്തിയത്. 12:55 ആകുമ്പോഴത്തേക്ക് മലയാളം പ്രസംഗം കഴിയും. മലയാളം പ്രസംഗം കഴിഞ്ഞിട്ട് ഏകദേശം അറബി തുടങ്ങി. അപ്പോഴത്തേക്ക് എല്ലാവരും പള്ളിയിലോട്ട് കയറി, നാട്ടുകാരെല്ലാം. ഞാനും പള്ളിയിലോട്ട് കയറി. അപ്പോൾ പോയി സാധാരണ ഇവിടെ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ദുആയും കഴിഞ്ഞ് ഞങ്ങൾ സാധാരണ ഓഫീസിലിരുന്നു. ഇവിടെ ഭക്ഷണം കഴിക്കാനും ഡ്രസ്സ് മാറാൻ വേണ്ടി തിരിച്ചിങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ റൂം തുറന്ന് കിടക്കുന്നു. നോക്കിയപ്പം ബെഡും ബാഗുകളും എല്ലാം അല്ലെങ്കിൽ തുറന്ന് ഫുൾ ഓപ്പൺ ആയിട്ട് കിടക്കുക. അപ്പോൾ ഒരു പെട്ടെന്ന് ഞാൻ ഷോക്കായി. അലമാരി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്തൊരു സാലറി കിട്ടുന്ന ഇനത്തിലൊരു പൈസ 8,500 രൂപ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 സ്ഥലത്തായിട്ട് ഒരു പേപ്പറിനടിയിൽ. അത് കാണുന്നില്ല. പെട്ടെന്ന് കൊളീഗായിട്ടുള്ള അപ്പുറത്ത് താമസിക്കുന്ന ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വന്നു. ഉസ്താദ് എന്നെ കാണുന്നില്ല. ഉസ്താദിനെ അവിടെ എവിടെയും കാണുന്നു, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, വെച്ച് മറന്നു പോയതായിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ല. മറ്റു ഉസ്താദിൻ്റെ റൂം തുറന്നു നടക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അലമാരി തുറന്നിട്ട് അലമാരിക്കകത്തുള്ള 27,000 രൂപയോളം വീട് പണിക്ക് വേണ്ടി വെച്ചിരുന്ന പൈസയാണ്. അപ്പോൾ ആ പൈസയും ഇങ്ങനെ പോയതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നു. വേറെ എന്തെങ്കിലും പോയാൽ നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എൻ്റെ ഒരു പേഴ്സണൽ സേവിങ്സ് ആയിട്ട് ഞാൻ സൂക്ഷിച്ചൊരു പ്ലാസ്റ്റിക് വഞ്ചിക്കകത്ത് കുറച്ച് പൈസ ഇട്ടിട്ട് വെക്കുന്ന ശീലമുണ്ടായിരുന്നു. ആ പൈസ ഏകദേശം എൻ്റെ ഒരു കണക്കിലൊരു 12,000-ന് മേലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ കൂടുതലുണ്ടാകാനാണ് സാധ്യത. ഒരു കുറഞ്ഞ കണക്കാണ് പറഞ്ഞത്. അപ്പോൾ ആ പൈസയും അതിനകത്ത് കീറിയിട്ട് അതിനകത്തുള്ള വലിയ എമൗണ്ട് എല്ലാം എടുത്തുകൊണ്ട് പോയി. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. S. വിനേഷിയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. വിനേഷ്, ഇത് പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കൊട്ടാരക്കരയിലെ ഹയാത്തുൽ ഇമാൻ അൽ ഇസ്ലാമിയ മദ്രസയിലാണ് മോഷണം നടന്നത്. ഈരാറ്റുപേട്ട സ്വദേശിയായ അധ്യാപകൻ ഫൻസിന്റെ ഏകദേശം 25,000 രൂപ മോഷണം പോയി. അതുപോലെ തന്നെ കൊട്ടാരക്കര സ്വദേശിയായ അധ്യാപകൻ സിദ്ദിഖ് മൗലവി, അങ്ങനെ 2 അധ്യാപകരുടെ പണമാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 ഈ മദ്രസയിൽ നമസ്കാരം നടന്ന സമയത്താണ് ഒരു മോഷ്ടാവ് എത്തുകയും മാസ്ക് ധാരിയായ ഒരു മോഷ്ടാവായിരുന്നു എന്നാണ് CCTV കാണാൻ കഴിയുന്നത്. മോഷ്ടാവ് എത്തുകയും അങ്ങനെ ഇവരുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് ഇപ്പോൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നത്. 2 മുറികളിലായിട്ടായിരുന്നു അധ്യാപകർ താമസിച്ചിരുന്നത്. ഈ 2 മുറിയും അലങ്കോലപ്പെട്ട നിലയിലാണ്. അതായത് വലിച്ചു വാരിയിട്ടാക്കാണ്. ഈ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇതിൽ കൊട്ടാരക്കര സ്വദേശിയായ സിദ്ദിഖ് മൗലവിയുടെ വീട് പണി നടന്നു വരികയാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കരുതി വെച്ചിരുന്ന ഒരു 25,000 രൂപയും കവർന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് പട്ടാപ്പകലാണ് രഞ്ജിത്ത് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. കൊട്ടാരക്കര പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വന്ന് CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു വരുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ദിനേശ്, ഒപ്പം ഈ CCTV ദൃശ്യങ്ങളിൽ ഒരാളുടെ ദൃശ്യമാണ് പതിഞ്ഞിരിക്കുന്നത്. ഈ ഒരാൾ മാത്രമാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന് തന്നെയാണോ നിഗമനം? ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ ഈ മോഷണമൊക്കെ നേരത്തെ ഇത്തരത്തിൽ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണോ? രഞ്ജിത്ത്,
രഞ്ജിത്ത്, ഈ കൊല്ലം ജില്ലയിൽ ആരാധനാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. വഞ്ചി കുത്തിത്തുറന്നുള്ള മോഷണങ്ങളെല്ലാം നടന്നു വരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണങ്ങൾ നടന്നു വന്ന് അങ്ങനെ മോഷ്ടാക്കളെ പിടിച്ച കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു സംഭവം ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഈ മാസ്ക് ധാരിയായ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യങ്ങൾ വെച്ചിട്ട് ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ്. കാരണം സമീപത്ത് ഉള്ള ആൾക്കാരുമായിട്ടുണ്ട് അദ്ദേഹത്തിന് സാമ്യം തോന്നുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ടാണ് ഇപ്പൊ പ്രാഥമികമായിട്ട് ചില സംശയങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നത്. പോലീസ് വന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും ആൾക്കാർക്ക് നിന്ന് മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട്. പക്ഷേ ഈ പട്ടാപ്പകൽ ഇങ്ങനെ ഒരാൾ ഈ ജുമാ നമസ്കാരം നടക്കുന്ന സമയത്ത് എത്തുകയും അങ്ങനെ മുകളിലത്തെ നിലയിൽ തന്നെ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏറെക്കുറെ ചില സംശയങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളായിരിക്കും എന്നുള്ള ചില സംശയങ്ങളും ഈ അധ്യാപകർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കൊട്ടാരക്കരയിൽ ജുമാ നമസ്കാര സമയത്ത് ഈ മോഷണം സംഭവിച്ചിരിക്കുകയാണ്. മദ്രസയിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നിരിക്കുന്നത്. 6000-ഓളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അധ്യാപകരുടെയാണ് ഈ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ ഒരാളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയുമാണ്. കാസർഗോഡ് മണൽ മാഫിയയുമായി ബന്ധമുള്ള പോലീസുകാർക്കെതിരെ നടപടി. ബേക്കൽ മേൽപ്പറമ്പ് സ്റ്റേഷനിലെ 7 പോലീസുകാർ AR ക്യാമ്പിലേക്ക് മാറ്റി. ബേക്കൽ DYSPയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. പോലീസുകാരുടെ മാഫിയ ബന്ധം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം News 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ബൈജു, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇത്തരം ചില ആരോപണങ്ങൾ. മണൽ മാഫിയയുമായി പോലീസുകാർക്കുള്ള ബന്ധം, അവരുടെ അനധികൃതമായ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, ഇടപെടലുകളൊക്കെ ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയാറില്ലേ, അതാണ് മേൽപ്പറമ്പ് ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിച്ചത്. ഇവിടെ രാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ മണൽ മാഫിയയുടെ ആ ഒരു കടത്തൊക്കെ. അത് കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിന് വിവരം ലഭിക്കാറുണ്ടെങ്കിലും നമ്മൾ നിരന്തരം ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചന്ദ്രഗിരി പുഴ ആ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി മണലുറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നിരവധി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസ് പെട്രോളും സ്പോട്ട് ലൈവും ഉൾപ്പെടെ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇതിൽ പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടും ഇവരെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം. കൃത്യമായി വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും അത് വഴിമാറിപ്പോയി അത്തരത്തിൽ ഇവർ നിർബാധം കടത്തു നടത്തുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഒടുവിലാണ് പിന്നീട് മനസ്സിലാകുന്നത് മേൽപ്പറമ്പിലും അതുപോലെ തന്നെ ബേക്കലിലെയും 7 പോലീസ് ഓഫീസർമാർ, അതായത് 2 ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള 7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഇവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയായിരുന്നു. പ്രധാനമായും ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുള്ളത്, ഏതൊക്കെ ഇന്ന് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെട്രോളിംഗ് ഉണ്ടാവും തുടങ്ങിയ വിവരങ്ങളെല്ലാം കൃത്യമായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരുന്നു ഈ സംഭവം. ഏതായാലും ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു തലവൻ പോലീസിന്റെ പിടിയിലാകുകയും ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നാണ് വാട്സാപ്പ് സന്ദേശങ്ങളായി ഇത്തരത്തിൽ നിരവധി തെളിവുകൾ പോലീസിന് ലഭിച്ചത്. അതോടുകൂടി ബേക്കൽ DYSP VV മനോജ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും പിന്നീട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ശുപാർശ നൽകിയുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 7 ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും AR ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടപടിയുള്ളത്. ഇവർക്കെതിരെ കൂടുതൽ വകുപ്പ് തല നടപടി ഉൾപ്പെടെ ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വൈകാതെ തന്നെ ഉണ്ടാകും. നിലവിൽ ഇവരെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും മാറ്റിയിരിക്കുന്നു. 7 പേരെയും AR ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. 2 ഡ്രൈവർമാരും മറ്റ് സിവിൽ പോലീസ് ഓഫീസർമാരുമാണ്. ഇവർ ഈ ഓരോ ഈ സമയത്തും പോലീസിലെ കൃത്യമായ രേഖകൾ ഏത് സമയത്താണ് ഡ്യൂട്ടി എന്നൊക്കെ കൃത്യമായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ മണൽ ലോറി പിടിക്കപ്പെടാൻ ഒരു തരത്തിലും കഴിയാത്ത രീതിയിൽ അവർ നിർബാധം ഈ കടത്ത് നടത്തുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും താൽക്കാലികമായെങ്കിലും മണൽ മാഫിയ ഈ വഴിക്ക് പൂട്ടാൻ കഴിയുമെന്നൊരു പോലീസിന് ഒരു വിശ്വാസമുണ്ട്. പ്രധാനമായും രാത്രി കാലങ്ങളിലാണ് വ്യാപകമായി ചന്ദ്രഗിരി പുഴയോരത്തും മൊഗ്രാൽ പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ മണൽ കടത്ത് നടക്കുന്നത്. ഇവരുടെ വള്ളങ്ങളും ഇവർക്ക് പ്രത്യേക വഴിയൊക്കെ ഉണ്ടാകും. അത് വഴി അടച്ചും വള്ളങ്ങൾ തകർത്തും ഒക്കെ പോലീസ് നിരവധി തവണ ഈ മണൽ മാഫിയക്ക് എതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ പിടികൂടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കർശന നടപടികളിലേക്ക് നീങ്ങിയത്. എന്തായാലും ഇനിയെങ്കിലും ഈ മണൽ മാഫിയ സംഘങ്ങളെ പൂട്ടാനാകും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാത്രി പുലരോളം പോലീസിന്റെ കാവലുണ്ടായിരുന്നു. അപ്പോഴൊന്നും പോലീസിന് ഇവരെ പിടിക്കപ്പെടാൻ കഴിയാറില്ല. കൃത്യമായ വിവരം ഇവർക്ക് മണൽ വണ്ടി വരുന്നു എന്ന് അറിഞ്ഞിട്ടും ആ ഭാഗത്ത് പരിശോധന നടത്തുമ്പോഴേക്കും ഇവർ മറ്റൊരു റൂട്ടിലൂടെ പോകുന്ന സാഹചര്യമാണ്. ഇത് വലിയ സംശയത്തിനിടയാക്കി. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണൽ കടത്ത് സംഘ തലവൻ
ഉടൻ തന്നെ പിടിയിലാകുകയും അയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്ന് കൃത്യമായ രേഖകൾ പോലീസിന് കണ്ടെത്താനായത്. ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നതും 7 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എയർ ക്യാമ്പിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അവരെ മാറ്റിയിരിക്കുന്നു. രഞ്ജിത്ത്, ഈ 7 പേർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് മാത്രം ഈ പ്രദേശത്തെ മണൽ മാഫിയ ബന്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കണോ? കാരണം ബേക്കൽ DVSPയുടെ റിപ്പോർട്ടുണ്ട്. ഇതിൽ കൂടുതൽ പോലീസുകാരെ സൂചിപ്പിച്ചിട്ടുണ്ടോ, അതോ ഇത് പ്രാഥമിക നടപടിയായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ ബൈജു? തീർച്ചയായും ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 7, 8, 9, 10 പോലീസുകാരെ മാത്രം ഒതുങ്ങുന്നതല്ല, അത്രത്തോളം വലിയ നെറ്റ്വർക്കാണ് ഈ മണൽ മാഫിയക്കുള്ളത്. നമുക്കറിയാം, വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. അവിടെ SHO ഉൾപ്പെടെയുള്ളവരെ, ആ സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും എതിരെയും നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം, അവരെല്ലാം അവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന സാഹചര്യം, അത് വലിയ ചർച്ചയായതാണ് ആ കേസ്. അതിനുശേഷമാണ് ഇപ്പോൾ ബേക്കൽ, മേൽപ്പറമ്പ് 2 പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം വരുന്നത്. ഇതിൽ തെളിവ് കൃത്യമായി ലഭിച്ച 7 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ മണൽ മാഫിയുമായി ബന്ധമുണ്ടോ, ആ കാര്യമൊക്കെ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഉന്നതതലത്തിൽ നടക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് ഈ പരാതി ലഭിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ DYSPയുടെ കൃത്യമായ റിപ്പോർട്ടുണ്ട്. ഏതായാലും നിലവിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 7 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. കൂടുതൽ പോലീസുകാർക്ക് ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിൽ, അതായത് മഞ്ചേശ്വരം, കുമ്പള തുടങ്ങിയ പല ഭാഗങ്ങളിലും മണൽക്കടത്ത് വ്യാപകമാണ്. ആ പ്രദേശങ്ങളിൽ രാത്രി തുടങ്ങിയാൽ പുലരുവോളം ഈ മണൽക്കടത്ത് നിർബാധം ഈ പുഴകളിൽ നിന്നൊക്കെ വ്യാപകമായി ഊറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ വള്ളങ്ങളും അതുപോലെ തന്നെ ഈ എഞ്ചിനുകളും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ പ്രതികളെ ഒന്നും പിടികൂടാൻ സാധിക്കില്ല, കാരണം ഇവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി ചെറിയ തോതിലെങ്കിലും ഒരു ഭയം ഈ മണൽക്കടത്തുകാർക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷിതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. എന്തായാലും കൂടുതൽ പേർ ഇത്തരത്തിൽ ഈ മണൽ മാഫിയുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ, അവരിൽ നിന്ന് പണം ആനുകൂല്യം മറ്റും വാങ്ങുന്നുണ്ടോ, അതൊക്കെ പോലീസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രാഥമികമായാണ് ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 7 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കാസർഗോഡ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ 7 പോലീസുകാർ, മണൽ മാഫിയയുമായുള്ള അവിശുദ്ധ ബന്ധം, കൂട്ടുകെട്ടുകളൊക്കെ ഈ മേഖലയിൽ കൂടുതലാണ്. അവിടെ 7 പോലീസുകാരെ, ബേക്കൽ, മേൽപ്പറമ്പ് സ്റ്റേഷനുകളിലെ 7 പോലീസുകാരെ എയർ ക്യാമ്പിലേക്ക് മാറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. DYSP ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകി. തുടർന്നാണ് പോലീസ് മേധാവി ഇതിൽ നടപടിയെടുത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ബൈജു, മറ്റൊരു കാര്യം കൂടി, ഇത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു സംഭവമാണോ എന്നുള്ളതാണ്. ഈ 7 പേരെ നടപടിയെടുക്കുന്നു, മറ്റുള്ള ആളുകൾ, ഒരുപക്ഷെ ഉന്നതരായ ആളുകൾക്കൊക്കെ ഇതിൽ ബന്ധമുണ്ടാകാം. ഇതുകൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നം അവസാനിക്കണം എന്നില്ല. അപ്പോൾ സമഗ്രമായ അന്വേഷണം വേണ്ടിവരും. ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള നടപടികൾ ഉണ്ടാവേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് കടക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രഞ്ജിത്തെ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ വലിയ വിമർശനം ഉണ്ടാകാറുള്ളത്, നിർമ്മാണ മേഖലയിലേക്കുള്ള ആവശ്യത്തിനല്ലേ ഇത്തരം മണൽ ഒക്കെ കടത്തുന്നത്, അതിനെന്തിനാണ് പോലീസ് പിടിക്കപ്പെടുന്നത്? അതിന്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, നിയമപരമായി മണൽ എടുക്കാനും മറ്റും ഒരുപാട് കടവുകളുണ്ട്. അവിടെ നിന്നുമൊക്കെ മണൽ വ്യാപകമായി കടത്തുന്നുമുണ്ട്. ഈ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള മണലൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നുമുണ്ട്. അതിന് പുറമെ ഇത്തരത്തിൽ വലിയ തോതിൽ മണൽ കടത്ത് നടത്തി വലിയ വില നൽകി വാങ്ങേണ്ട ഒരവസ്ഥയാണ് പലർക്കും ഉണ്ടാകുന്നത്. ഈ നിയമപരമായി ഉണ്ടാകുന്ന കടവുകളിൽ നിന്നും മണൽ പുറത്ത് കൊടുക്കുന്നത് അവർ കുറച്ച് ഇത്തരം അനധികൃതമായി കടത്തുന്ന മണൽ വാങ്ങേണ്ട ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും വലിയ വില ഈടാക്കിയുമാണ് ഇത്തരം മണൽക്കടത്ത് സംഘങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർ അതിസമ്പന്നന്മാരാവുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കടത്ത് തടയാൻ നാട്ടുകാരുടെ നേതൃത്വത്തിലും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ മേഖലയെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കല്ല. ഇത് വലിയ വിലയ്ക്ക് കൊള്ള ലാഭത്തിന് കൊടുക്കുകയും ഇതുപോലെ തന്നെ പോലീസുകാരെയും മറ്റും ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇടനിലക്കാരാക്കിയുമാണ് ഇവരുടെ പ്രവർത്തനം. അത് വലിയ വില നൽകി വാങ്ങേണ്ട ഒരവസ്ഥയാണ് ഓരോ ആളുകൾക്കുള്ളത്. നിയമപരമായുള്ള മണൽ ലഭിക്കുന്നത് വളരെ കുറവായി മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് മനഃപൂർവ്വം അത്തരത്തിൽ ഒരു സാഹചര്യം സൃഷ്ടിച്ച് വലിയ വിലയ്ക്ക് ഇവരിൽ നിന്നും മണൽ വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ
നടപടി വേണമെന്ന് പറയുന്നതും പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒറ്റുകാർ ഇവരുടെ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന പോലെ ഒറ്റുകാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇവരെ പിടിക്കപ്പെടാനോ അതുമാത്രമല്ല മണൽ കണ്ടെത്താനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. അത് തന്നെയാണ് ഇതിൽ ഒരു ചെറിയ തോതിലെങ്കിലും ഇവർക്ക് ഒരു ഭയം ഇതിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ഇവരുടെ ഫോൺ കോളുകൾ, സംശയമുള്ള ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകളൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ പേരെ ഇത്തരത്തിൽ എതിരെ നടപടി ഉണ്ടാകും. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പോലീസ് സ്റ്റേഷന്റെ മുഴുവൻ ആളുകളും SHO ഉൾപ്പെടെ മുഴുവൻ ആളുകളും മണൽ മാഫിയക്ക് ഒത്താശ നൽകുക, അതിൽ അവർ പിടിക്കപ്പെടുക, അതിനുശേഷം ഇവർക്കൊരു സ്ഥലം മാറ്റം മാത്രമാണ് ഇവർക്കുണ്ടാകുന്ന ആകെയുള്ള നടപടി. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ആളുകൾ വർഷങ്ങളോളമായി ഇവർ എത്രത്തോളം ഇത്ര പണമായിരിക്കും ഇവരുടെ നിന്നും ഇത്ര ആനുകൂല്യമായിരിക്കും ഇവരിൽ നിന്നും കൈപ്പറ്റിയിരുന്നെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത്രത്തോളം വലിയ നെറ്റ്വർക്കാണ് ഈ മണൽ മാഫിയ. ഒരുപക്ഷെ ഗുണ്ടായിസം പോലും ഉണ്ടാകാറുണ്ട്. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. വലിയ നെറ്റ്വർക്കാണ് മണൽ മാഫിയ. പോലീസുകാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് ഡൽഹിയിലെ ശക്കർപൂരിൽ സഹപാഠിയുമായുള്ള തർക്കത്തെ തുടർന്ന് 14-കാരനെ കുത്തിക്കൊന്നു. രാജ്ഗീയ സർവോദയ ബാലവിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്ന ഇഷു ഗുപ്തയാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 5 പേർ ഉൾപ്പെടെ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. എന്താണ് സംഭവിച്ചത് അജയ്? രഞ്ജിത്ത്, ഡൽഹിയിലുള്ള ശക്കർപൂരിലെ രാജ്കീയ സർവോദയ ബാൽ വിദ്യാലയത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. അവിടെ എക്സ്ട്രാ ക്ലാസ് നടക്കുന്നതിനിടെ ഈ 14 വയസ്സുള്ള ഇഷ ഗുപ്ത എന്ന് പറയുന്ന വിദ്യാർത്ഥി തൻ്റെ സഹപാഠിയുമായിട്ട് തർക്കത്തിലേർപ്പെടുകയായിരുന്നു. അത് എക്സ്ട്രാ ക്ലാസിൻ്റെ ഇടയിൽ തന്നെ 2 വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയായിരുന്നു. അതിനുശേഷം എക്സ്ട്രാ ക്ലാസ്സിന് ശേഷം ഈ വിദ്യാർത്ഥി, കൊല്ലപ്പെട്ട ഇഷ ഗുപ്ത എന്ന് പറയുന്ന കുട്ടി, സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയായിരുന്നു ഈ തർക്കത്തിലേർപ്പെട്ട മറ്റ് ഒരു സഹപാഠിയും ആ സഹപാഠിയുടെ ഒപ്പമുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ മറ്റ് ചിലരുമായിട്ട് ഈ ഇഷ ഗുപ്തയെ ആക്രമിക്കുന്നത്. മൊത്തത്തിൽ 7 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ആക്രമണത്തിനിടെ ഈ അക്രമികളിൽ ഒരാൾ ഈ ഇഷ ഗുപ്തയുടെ തുടയിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. വലത് തുടയിൽ കത്തികൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കുട്ടി തന്നെ സ്കൂളിനകത്തേക്ക് പോവുകയും അധ്യാപകരുടെ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. സ്കൂളിൽ വെച്ച് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ ഈ കുട്ടിക്ക് നൽകിയിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ഈ ഇഷ ഗുപ്തയെ എത്തിക്കുന്നു. എന്നാൽ അമിതമായിട്ടുള്ള രക്തസ്രാവം കാരണം കുട്ടി കൊല്ലപ്പെടുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതിനുശേഷം പോലീസും ആൻറ്റി നർക്കോട്ടിക് ടീമും പിന്നെ ഉൾപ്പെടെ സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ഈ പ്രതികളെ കണ്ടെത്താൻ ആയത്. മൊത്തത്തിൽ 7 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 5 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. 19 പിന്നെ 39 വയസ്സുള്ള 2 പ്രതികളെ പോലീസ് അല്ലാതെ പിടികൂടിയിട്ടുണ്ട്. ഇവർക്ക് കുറ്റകൃത്യത്തിൽ എന്ത് തരം പങ്കാണെന്നുള്ള കാര്യം പോലീസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ക്ലാസ് റൂമിൽ വെച്ച് തുടങ്ങിയ ചെറിയൊരു തരത്തിലുള്ള വഴക്കാണ് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് ഈ സഹപാഠിയായിട്ടുള്ള കുട്ടിയെ നയിച്ചത്. ഇപ്പോൾ നിലവിൽ ഇവർ പോലീസ് കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ കുട്ടികൾ ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള 5 പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവർ ലഹരിക്ക് അടിമകളാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിച്ച് വരികയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അജയ്, ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ, കേവലം ഒരു സ്കൂളിൽ ഉയർന്ന തർക്കത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ആ തരത്തിലുള്ള മാനസികാവസ്ഥ വേണം, അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇവരാരെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ, ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടാകുമല്ലോ. ഡൽഹിയിൽ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായി പോയി ഇത്. ഇതിൻ്റെ തുടർ നടപടികൾ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ഈ പ്രതികളും അതുപോലെ തന്നെ ഈ പ്രായപൂർത്തിയായ 19, 31 വയസ്സുള്ള പ്രതികളുമായിട്ട് ഇവർക്കുള്ള ബന്ധം, ഇത്തരത്തിൽ ഏത് തരത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള കാര്യം, ഈ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇവരുടെ ഈ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കിടയിൽ ഈ കുറ്റകൃത്യ
കുറ്റകൃത്യ വാസന അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഡൽഹിയിൽ തന്നെ ഫരീദാബാദിൽ വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നടന്ന ഒരു സംഭവം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ സഹപാഠിയുമായിട്ട് നടന്ന തർക്കത്തെ തുടർന്ന് ആ വിദ്യാർത്ഥി മറ്റ് ചിലരുമായിട്ട് വന്ന് ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതൊരു മാർക്കറ്റിൽ വെച്ചാണ്, ഫരീദാബാദിലെ ഒരു മാർക്കറ്റിൽ വെച്ചാണ് ആ ദാരുണ കൊലപാതകം നടന്നത്. കൊല്ലപ്പെടുന്ന സമയത്ത് ഈ കുട്ടിയുടെ കൂടെ ആ കുട്ടിയുടെ സഹോദരിയും ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് മുൻപിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ട് അയാളെ കൊലപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടുമുണ്ടായത്. ഇതിന് ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെ കാണാൻ സാധിക്കും. ന്യൂ ഇയർ ദിവസം ഒരു യുവാവിനെ 14 അതുപോലെ തന്നെ 16 വയസ്സുള്ള കുട്ടികൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം, അതിനെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾ, കുറ്റകൃത്യ വാസന എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇന്നലെ ഡൽഹിയിൽ വെച്ച് നടന്ന ഈ ദാരുണമായിട്ടുള്ള സംഭവം. തുടയിൽ കുത്തേറ്റ് ഇഷ ഗുപ്ത വളരെ ചോര ഒലിപ്പിച്ച് വളരെ ഒരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരുന്നു ഉണ്ടായത്. ക്ലാസ് റൂമിൽ വെച്ചുണ്ടായ ഒരു ചെറിയ തർക്കമാണ് ഇത്തരത്തിലൊരു വലിയ കൊലപാതകം ഉണ്ടാക്കാൻ കാരണമാക്കിയതെന്നുള്ളതാണ് മറ്റൊരു വിഷമിപ്പിക്കുന്ന കാര്യം. അതാണ് സാഹചര്യം. ഏതായാലും അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിലാണ് ദാരുണമായി സംഭവം ഉണ്ടായത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് പോലീസ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്.